നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ആത്മീയ വിഷയങ്ങളെ സമഗ്രമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം. നിങ്ങളെവരെയും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ചിരകാലങ്ങളായി ദൈവവചനം ശ്രവിക്കുന്നത്. അവിടെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും ബിഥുന്യയിലും ചിതറിപ്പാർത്തു വന്നിരുന്ന പരദേശികളും പിതാവായ ദൈവത്തിൻ്റെ മുന്നറിയിപ്പിന് ഒത്തവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനായി യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായ വൃതന്മാരായവർക്കാണ് ഈ ലേഖനം എഴുതിയത്. അവരോട് പത്രോസ് പറയുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, ആത്മീയ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, ക്രിസ്തു ആകുന്ന പ്രകാശത്തിലേക്ക്, വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും ആകുന്നു. ആകയാൽ നാം വിചിന്തനം ചെയ്യുന്ന വിഷയം അബ്രഹാമിയ സന്തതിയും യാക്കോബിൻ്റെ മകനുമായിരുന്ന ലേവ്യ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളിൽ പഴയ നിയമത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്ത യഹൂദ ജനത്തെയും ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ എന്നിവരിൽ നിന്ന് വിളിക്കപ്പെട്ട യഹൂദനുമായി അക്ഷരികമായി യാതൊരു ബന്ധവുമില്ലാത്ത ജാതികളിൽ നിന്നുള്ള ദൈവസഭയെ യഹൂദനിൽ നിന്ന് തന്നെ വിശ്വാസത്തിൽ വന്ന പത്രോസ് അഭിസംബോധന ചെയ്തിരിക്കുന്ന രാജകീയ പുരോഹിത വർഗം താരതമ്യ പഠനമാണ്. ആ താരതമ്യ പഠനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെയുള്ള 39 അധ്യായങ്ങളിൽ, വിശേഷാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ മലാക്കി പ്രവചനം 4-ാം അധ്യായം വരെ കാണുന്ന യഹൂദ ചരിത്രത്തിൽ ഉള്ള ജനങ്ങളുടെ നടുവിൽ നടന്ന സകല സംഭവങ്ങളും, ഓട്ടൊഴിയാതെ എല്ലാ കാര്യങ്ങളും, അതിനെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് എഴുതിയ വേറൊരു പദം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശയുണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ യഹൂദന്യായ പ്രമാണം, അവരുടെ ആരാധനാ സമ്പ്രദായങ്ങൾ, അവരുടെ ഉത്സവങ്ങൾ ഇത്യാദി വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യം ലഭിക്കുകയും യൗവന ദിശയുടെ ആരംഭത്തിൽ തന്നെ അവരുടെ ഭരണസമിതി അംഗമായി തീരുകയും തനിക്ക് മുൻപുണ്ടായിരുന്ന പലരെക്കാളും മുൻപനായിത്തീരുകയും ചെയ്ത വിശുദ്ധ പൗലോസ് ദൈവസഭയോട് പറയുകയാണ്. ആരോട്? ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തലനും യേശുക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയവരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് എഴുതുന്ന, റോമാ സാമ്രാജ്യത്തിൽ എവിടെയും പാർക്കുന്ന യഹൂദന്മാരല്ല, യഹൂദന്മാരിൽ നിന്ന് വന്നവരും അവരിൽ ഉണ്ട്, സകല വിശുദ്ധന്മാർക്കും എഴുതുന്നത്. അപ്പോൾ നാം കഴിഞ്ഞ ദിവസം മരുഭൂമിയിലെ 39 സംവത്സരങ്ങൾ, ന്യായാധിപന്മാരുടെ ഏകദേശം 500 സംവത്സരങ്ങൾ, അത് കഴിഞ്ഞിട്ട് വാഗ്ദത്തദേശത്ത് വന്ന 1200 മുതൽ 400 BC വരെയുള്ള സംവത്സരങ്ങൾ, വിവിധ ഘട്ടങ്ങളിലും വിവിധ അവസ്ഥകളിലും അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ തള്ളിക്കളയുകയും ദൈവത്തിന് വിരോധമായിട്ടുള്ള ആരാധനകളൊക്കെ ചെയ്തു വന്ന
കാര്യങ്ങളെക്കുറിച്ചാണ് പഠിച്ചത്. ഇവിടെ ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ എന്താണ്? അനാത്മീയ പ്രവൃത്തികൾ യഹൂദനും രാജ്യത്തിലെ രാജാക്കന്മാരും ചെയ്തു വന്ന പ്രവൃത്തികൾ. അതിലൊന്നാമൻ ആഹാസാണ്. ശലോമോന്റെ കാര്യം മാറ്റി നിർത്തിയ ശേഷം യഹോവയാം ദൈവത്തിനും താൻ അരുളിച്ചത് ന്യായപ്രമാണത്തിനും വിരോധമായി അവൻ ചെയ്ത കൽപ്പന ലംഘനങ്ങൾ എന്തെല്ലാമാണ് എന്ന് മുകൾ പറഞ്ഞിരിക്കുന്ന വേദഭാഗത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അവൻ ബെൻഹിന്നോം താഴ്വരയിൽ, ബെൻഹിന്നോം എന്ന പദത്തിന് വിലാപപുത്രൻ, ദുഃഖത്തിൻ്റെ പുത്രൻ എന്നൊക്കെയാണ് അർത്ഥം. അവിടെ പോയി ധൂപം കാട്ടി ബാൽ വിഗ്രഹങ്ങളെ മൂശയുണ്ടാക്കി കന്നാന്മാരെ കൊണ്ട് വാർത്തുണ്ടാക്കിച്ചു. അവയുടെ മുൻപിൽ അവനും അവൻ്റെ ആശ്രിതന്മാരും ധൂപം കാട്ടി. ജാതികളുടെ മ്ലേച്ഛ ആചാരപ്രകാരം, അബോമിനേഷൻ ഓഫ് ഹീതൻസ്, തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ചു, തീയിൽ കൂടി കടത്തിവിട്ടെന്ന്. ദേശത്തുള്ള സകല വൃക്ഷങ്ങളുടെയും കീഴിൽ ബലി കഴിക്കുകയും ധൂപം കാട്ടുകയും ചെയ്തു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 28-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതിനു വന്ന ശിക്ഷയോ? യഹോവ അവരെ ആരാം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും തൽഫലമായി അവർ അസംഖ്യം പേരെ പിടിച്ച് അടിമകളാക്കി ദമ്മശേക്കിലേക്ക് അഥവാ ദമാസ്കസിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 28-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇത് ദൈവശിക്ഷയുടെ ഒരു ആവർത്തനം മാത്രമായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലും ദൈവത്തെ വിട്ടിട്ട് അവർ അന്യദൈവങ്ങളിലേക്ക് പോയപ്പോൾ ദൈവം അവരെ വില കൂടാതെ വിറ്റു. അവർ ശത്രുക്കളുടെ കീഴിൽ അടിമവേല വരെ ചെയ്യേണ്ടി വന്നു. ആഹാസിന് വന്ന ദോഷത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന് മഹാകഷ്ടം നേരിട്ടപ്പോൾ പോലും അവൻ യഹോവയ്ക്ക് ദ്രോഹം ചെയ്തു. അവൻ ആരാം രാജാന്മാരുടെ ദേവന്മാർക്ക് ബലി കഴിച്ചു. 28-ാമത്തെ 22, 23 വാക്യങ്ങൾ. അവൻ ദമ്മശേക്കിലെ ദേവന്മാർക്കും ബലി കഴിച്ചു. അവൻ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. യഹോവയുടെ ആലയത്തിൻ വാതിലുകളെ അടച്ചു കളഞ്ഞു. ആരും അതിൽ പ്രവേശിക്കുകയോ ആരാധിക്കുകയോ ചെയ്യാതിരിപ്പാൻ അവൻ യെരൂശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി അന്യദേവന്മാർക്ക് ധൂപം കാട്ടി. അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ കോപിപ്പിച്ചു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 28-ാം അധ്യായം 24, 25 വാക്യങ്ങൾ. അടുത്തതായി കാണുന്നത് ഊസിയാവിൻ്റെ കാര്യമാണ്. ഇതെല്ലാം പുതിയ നിയമത്തിലെ ഇന്ന് തല ഉയർത്തി തോൾ പൊക്കി രാജകീയ പുരോഹിതവർഗം ആണ് എന്ന് സ്വയാഭിമാനം കൊള്ളുന്ന, ലോകത്തിലെ ദേവീദേവന്മാർക്ക് തുല്യമായി മറ്റ് പലതിനെയും ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന വ്യക്തികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 26-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആരംഭം തെറ്റില്ല, നല്ലതാണ്. ഊസിയാവിനെ കുറിച്ചാണ്. നല്ലത് ചെയ്തു ആരംഭത്തിൽ. എങ്കിലും അവൻ പ്രബലനായപ്പോൾ യഹോവയുടെ ആലയത്തിൽ കടന്ന് പുരോഹിതന്മാർ മാത്രം ചെയ്യേണ്ട ശുശ്രൂഷ അഥവാ ധൂപം കാട്ടി. സംഖ്യാപുസ്തകം 18-7, ആവർത്തന പുസ്തകം 17-20, 18-24 എന്നീ വാക്യങ്ങൾ പഠിച്ചാൽ ധൂപം കാട്ടുകയും യാഗം കഴിക്കുകയും ചെയ്യേണ്ടത് ലേവി ഗോത്രത്തിലെ പുരോഹിതന്മാർ മാത്രമാണ്. എന്നാൽ ഇവനോ യഹൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ കൊച്ചുമകൻ. യാഗത്തെ സംബന്ധിച്ചോ
പൗരോഹിത്യ ശുശ്രൂഷ സംബന്ധിച്ചോ യാതൊരു അനുവാദവും ലഭിക്കാത്തവൻ. തൽഫലമായി എന്ത് സംഭവിച്ചു? കുഷ്ഠരോഗബാധിതനായി അന്നു മുതൽ മരണം വരെ ഭ്രഷ്ടനാക്കപ്പെട്ട് പ്രത്യേക ശാലയിൽ ഏകാന്തവാസം ചെയ്തു. ആഹാരം കൊണ്ട് കൊടുക്കുന്നവർ പോലും വാതിക്കൽ വെച്ചിട്ട് മാറിപ്പോവുകയാണ്. ഇവന് വിശക്കുമ്പോൾ അതെടുത്ത് തനിയെ ഭക്ഷിക്കുന്നു. കുഷ്ഠരോഗം. മൂന്നാമത്തെ വ്യക്തി മനശ്ശെയാണ്. ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ പിതാവായിരുന്ന യെസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന അന്യദേവ പൂജാഗിരികളെ പുനർനിർമ്മാണം ചെയ്തു. 33-ാം അധ്യായം 4-ാമത്തെ വാക്യം. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങൾ രണ്ടിലും. ഏതാണ് പ്രാകാരങ്ങൾ 2? ആലയത്തിലെ പ്രാകാരവും സ്ത്രീകൾക്കുള്ള പ്രാകാരവും, അതിനപ്പുറത്ത് വിദേശികളും അടിമകളുമായി വരുന്ന വ്യക്തികൾക്കുള്ള പ്രാകാരങ്ങൾ, വിവിധ പ്രാകാരങ്ങൾ ഉണ്ടായിരുന്നു. അവയിലും ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതുവെന്ന 33-ാം അധ്യായം 5-ാമത്തെ വാക്യം. അടുത്തവൻ ചെയ്ത പാതകം നോക്കുക. അവൻ തൻ്റെ പുത്രന്മാരെ വീണ്ടും ആഹാസ് ചെയ്തതുപോലെ ബെൻഹിന്നോം താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. 33-ാം അധ്യായം 6-ാമത്തെ വാക്യം. തൽസംബന്ധമായുള്ള കർക്കശമായ നിയമം നോക്കുക. ലേവ്യ പുസ്തകം 18-24, ആവർത്തന പുസ്തകം 13-12 മുതൽ 15, 18-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വീണ്ടും അവൻ്റെ അകൃത്യവും അധർമ്മവും, വാഗ്ദത്ത ദേശത്ത് വന്ന് വെക്കാത്ത വീടും വെട്ടാത്ത കിണറും നട്ടുണ്ടാക്കാത്ത തോട്ടവും, അവൻ ഉണ്ടാക്കാത്ത കൊട്ടാരത്തിൽ, ശലോമോൻ പണിത കൊട്ടാരത്തിൽ പാർത്തുകൊണ്ട് ചെയ്യുന്നത് മുഹൂർത്തം നോക്കി, ഒബ്സർവ്ഡ് ടൈംസ്, ആഭിചാരങ്ങളും എൻചാൻറ്റ്മെന്റ്, ക്ഷുദ്രപ്രയോഗങ്ങളും വിച്ച് ക്രാഫ്റ്റ്സ് പ്രയോഗിച്ചു. ലക്ഷണം പറയുന്നവരെ രാജഭണ്ഡാരത്തിൽ നിന്ന് പണം കൊടുത്ത് നിയമിച്ചു. 33-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവനുണ്ടാക്കിയ വിഗ്രഹ പ്രതിമയെ അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഏകസത്യദൈവമായ യഹോവയുടെ ആലയത്തിൻ്റെ ഉള്ളിൽ, ആത്മാവായ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്ന ആ ആലയത്തിൻ്റെ ഉള്ളിൽ ആയിരക്കണക്കിന് യാഗമൃഗങ്ങളെ അർപ്പിച്ച് ശലോമോന്റെ കാലത്ത് ദൈവ തേജസ് ഇറങ്ങി അകത്ത പുരോഹിതന്മാർക്ക് പോലും കടക്കുവാൻ കഴിയാതെ തേജസ് നിറഞ്ഞ സ്ഥലത്തിൽ അവനുണ്ടാക്കിയ വിഗ്രഹ പ്രതിമയെ, കരവേലയെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചെന്ന് 33-ാം അധ്യായം 7-ാമത്തെ വാക്യം. ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം പ്രവർത്തിപ്പാൻ തക്കവണ്ണം യഹൂദയെയും യെരുശലേം നിവാസികളെയും തെറ്റുമാറാക്കി. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. രാജകീയ പുരോഹിതവർഗത്തിന് ഇതെല്ലാം ഒരു പാഠമായിരിക്കട്ടെ. ആരംഭകാലത്തിൽ ഏതുമില്ലാത്ത ഇടത്തു നിന്ന് തുടങ്ങി പ്രാബല്യം പ്രാപിച്ച് ധനവും മാനവും മഹത്വവും മഹിമയും ഒക്കെ പെരുകിക്കഴിഞ്ഞപ്പോൾ ഇവൻ ചെയ്ത ദോഷമാണത്. മുഹൂർത്തം നോക്കുക, വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുക, ആലയത്തിൻ്റെ ഉള്ളിൽ അനീതി കാണിക്കുക, ജാതികൾ ചെയ്തതിലും അധികം വഷളത്വം. ഇന്നത്തെ ഗതിയും ഒട്ടും വ്യത്യാസമല്ലല്ലോ വാത്സല്യ ദൈവദാസീദാസന്മാരെ. ആരംഭ പ്രവർത്തന സന്ദർഭത്തിൽ ആരുമില്ലായികയാൽ മുട്ടിന്മേലിരുന്ന തഴമ്പ് ഇപ്പോഴും മുട്ടിന്മേലുണ്ട്. എന്നെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും എന്ന വ്യവസ്ഥയിൽ ദൈവം അവരെ അനുഗ്രഹിച്ച് ലഭിച്ച ഭൗതിക, ആത്മീയ, മാനസിക, ശാരീരിക, ദൃശ്യ, അദൃശ്യ അനുഗ്രഹങ്ങൾ മുഴുവൻ ഇന്നത്തെ കാലത്ത് ഏതിനു വേണ്ടി ചിലവഴിക്കുന്നു എന്നുകൂടെ ഒന്ന് നോക്കുക. രാഷ്ട്രീയക്കാർ എതിർത്തപ്പോൾ ഇന്ന് രാഷ്ട്രീയക്കാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന പാസ്റ്റർമാരുണ്ട്. കഴിഞ്ഞ ദിവസം പഠനസഹായ വിതരണത്തിന് ദൈവമില്ല എന്ന് പറയുന്ന ഒരു MP വിളിച്ചത് ഉദ്ഘാടനം ചെയ്യിച്ചു. ദൈവസഭയ്ക്കും ജാതീയ ലോകത്തിലെ നിരീശ്വരവാദ
പാർട്ടികൾക്കും എന്തു ബന്ധം? തീർന്നില്ല, തുടരുന്നു. ഞാൻ ഈ പറയുന്നത് പലർക്കും പ്രയാസമാകാം, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല. അയ്യോ, നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. പറയുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം. ഇങ്ങനെയുള്ള അനാത്മീയ അധാർമിക പ്രവർത്തനം നടക്കുമ്പോൾ അതിനെതിരായി ആരെങ്കിലും ശബ്ദം ഉയർത്തണ്ടേ? യെഹോയാക്കീം ആകട്ടെ, അവൻ ഭരണത്തിൻ്റെ 9-ാം ആണ്ടിൽ ഹേമന്തഗൃഹത്തിൽ ഇരിക്കുമ്പോൾ, തലസ്ഥാനങ്ങൾ 2, ഗൃഹങ്ങൾ 2, ചൂടുകാലത്ത് തണുപ്പ് കൊടുക്കുന്ന യെരുശലേമിലെ ആലയവും തണുപ്പ് കാലത്ത് ചൂട് കൊടുക്കുന്ന ഹേമന്തഗ്രഹവും, വിൻ്റർ ഹൗസ്, നെരുപ്പോട്ടിയിൽ തീ കായ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ വായനക്കാർ വായിച്ചു കൊണ്ടിരുന്നത് കേട്ടു. യഹോവയുടെ വചനം യിരെമ്യാ പ്രവാചകൻ എഴുതി അവനെതിരായി എന്നതുകൊണ്ട് അവൻ ആ പുസ്തകം അഥവാ ചുരുൾ, സ്ക്രോൾ, എന്താണ് കാരണം? ഇന്നത്തെ കാലത്തെ പോലെ എഴുത്ത് താളുകളിലല്ല അന്നത്തെ പ്രമാണങ്ങൾ എഴുതിയിരുന്നത്. തുകൽ ഒത്ത രീതിയിൽ മുറിച്ചെടുത്ത് അതിൽ ആണ് അത് തുന്നിക്കെട്ടി വയ്ക്കപ്പെടും. അതാണ് ചുരുളുകളിൽ എന്നെക്കൊണ്ട് കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് 40-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്ക്രോളുകളിൽ യെഹോയാക്കീമിന് ആ വചനം ഇഷ്ടമില്ലായികയാൽ അവനത് കീറി അത് വെന്ത് ചാരമാകുന്നിടം വരെ തീയിലിട്ടുകൊണ്ടേയിരുന്നു. യിരെമ്യാവിൻ്റെ പ്രവചനം 36:22. ഈ വക കാരണങ്ങളാൽ യഹൂദാ ദേശക്കാരും രാജാക്കന്മാരും യഹോവയാൽ ശിക്ഷിക്കപ്പെട്ട് ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. യിരെമ്യാവ് ഇത് പ്രവചിച്ചതാണ് അവനോടുള്ള കോപത്തിൻ്റെ കാരണം. ശ്രോതാക്കൾ ദയവീത് യിരെമ്യാ പ്രവചനം 25:10, 11, 27-ാം അധ്യായം 7, 29-ാം അധ്യായം 10 എന്നീ വാക്യങ്ങൾ വായിക്കുകയും ചേർന്ന് ദിനവൃത്താന്തം 2-ാം പുസ്തകം 36-ാം അധ്യായം 22-ാമത്തെ വാക്യങ്ങൾ തൊട്ടും രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 25-ാം അധ്യായം 8 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും യിരെമ്യാ പ്രവചനം 39-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും യിരെമ്യാവ് പ്രവചിച്ചതും ഇവൻ കീറിക്കളഞ്ഞതുമായ വചനം അക്ഷരം പ്രതി വള്ളിപുള്ളി മാറ്റമില്ലാതെ നിറവേറ്റി. പ്രിയ ദൈവദാസീദാസന്മാരൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുന്നത് ദൈവശബ്ദമാകുന്നുവെങ്കിൽ അത് ആര് കേൾക്കാതിരുന്നാലും ആരതിനെതിരായി നിന്നാലും അത് കേൾക്കരുത് എന്ന് ലോകം മുഴുവൻ വിധി കൽപ്പിച്ചാലും ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. 3-4 വാക്യങ്ങൾ തിരുവചനത്തിലുണ്ട്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ഒരിക്കലും വ്യർത്ഥമായി എൻ്റെ അടുക്കൽ വരികയില്ല. അത് അതിൻ്റെ കാര്യം സാധിച്ച് എൻ്റെ അടുക്കൽ തിരികെ വരും. അതിന് പ്രധാന കാരണം യഹൂദാ ജനവും അവരുടെ പുരോഹിതന്മാരും രാജാക്കന്മാരും ദൈവത്തോടും ദൈവം കൊടുത്ത ന്യായപ്രമാണത്തോടും ചെയ്ത അതിക്രമം കാരണമത്രേ. സത്യവാനായ ദൈവം തൻ്റെ ജനമായിരുന്ന യഹൂദ ജനത്തെ ബാബിലോന്യർക്ക് വിറ്റുകളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 8, 4:2, സങ്കീർത്തനം 44:12, യെശയ്യാവ് 52:3 എന്നീ വാക്യങ്ങൾ. ഈ വിൽക്കുമ്പോൾ ദൈവത്തിന് എന്ത് ലാഭമുണ്ടായി? ഒരു ലാഭവും ഉണ്ടായില്ല. വില വാങ്ങാതെ വിറ്റു, അതുകൊണ്ട് ഭണ്ഡാരത്തിൽ ഒന്നും സമ്പാദിച്ചില്ല. ഇതും രാജകീയ പുരോഹിതവർഗത്തിന് ഒരു മുന്നറിയിപ്പ്. കർത്താവെ, നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്ത് ശ്രോതാക്കളെ തിരുക്കരത്തിൽ തരുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് പാപം ചെയ്യാതെ വണ്ണം, കൽപ്പന ലംഘിക്കാതെ വണ്ണം, ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് അനുസരിച്ച് തലമുറയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.